ഹലോ, വെരി ഗുഡ് മോർണിംഗ്. എം എം എ മലയാളത്തിലെ മറ്റൊരു ഹോട്ട് എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഒരു വലിയ അത്ഭുതം നടന്നു. അതായത് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന് തൊട്ട് മുമ്പലത്തെ വീഡിയോ, അതായത് ഇസ്ലാം മക്കഷേവ് ആൻഡ് ഇല്യ ടൊപ്പൂരിയ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിനകത്ത് ആ വീഡിയോയിൽ, ക്ഷമിക്കണം, സൗണ്ട് തീരെ ഇല്ലായിരുന്നു. കാരണം നമ്മളിത്തിരി ട്രാവലിങ്ങിലാണ്. അപ്പോൾ എഡിറ്റിങ്ങും വലിയ സംഭവമൊന്നുമല്ല. ഇപ്പോഴും അത് തന്നെയാണ്. വീഡിയോ ക്വാളിറ്റി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്രയില്ല. പിന്നെ നമ്മൾ ആ ടോപ്പിക്കിനോടുള്ള ഒരു ഇത് കാരണം കൊണ്ട് അപ്ലോഡ് ചെയ്യുവാണ്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. ഇന്നലെ ആ വീഡിയോ അപ്ലോഡ് ചെയ്തു. ജസ്റ്റ് ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് അത് തട്ടിവിട്ടു. എഡിറ്റിംഗ് ഒന്നുമില്ല. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യണമല്ലോ, അതുകൊണ്ട് അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ച് അത് കച്ചറയായി പോകും ആ വീഡിയോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കിടക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മക്കാഷേവിനെ ടൊപ്പൂരിനെ പറ്റി സംസാരിക്കണമല്ലോ. അപ്പോൾ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മളെ സർപ്രൈസ് ചെയ്തുകൊണ്ട് ആ വീഡിയോ റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അത്ഭുതപ്പെട്ട്, എഡിറ്റിംഗ് ഒന്നും വേണ്ടേ? പിന്നെയാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അത് നമ്മൾ വീഡിയോ ഇടുന്ന ആളുകളുടെയോ അല്ലെങ്കിൽ നമ്മുടെ എഡിറ്റിങ്ങോ വീഡിയോ ക്വാളിറ്റിയോ സൗണ്ട് ക്വാളിറ്റിയോ, സൗണ്ട് ഇല്ലായിരുന്നു. ഇന്നലത്തെ വീഡിയോന് സൗണ്ട് ഇല്ല. ഞാൻ നോക്കുമ്പോൾ വ്യൂസ് കയറിപ്പോകുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എൻ്റെ വലിയ റോളൊന്നും ഇല്ല അതിനകത്ത്, അല്ലെങ്കിൽ വീഡിയോ ഇടുന്ന ആളുകളുടെ റോൾ ഇല്ല അതിനകത്ത്. അത് ഞാൻ പറഞ്ഞു വരുന്നത്, ആ രണ്ട് ഫൈറ്റേഴ്സ്, രണ്ട് സൂപ്പർ സ്റ്റാർസ്, ഇസ്ലാം മക്കഷേവ് ആൻഡ് ഇല്യ ടൊപ്പൂരിയ, അവർ കാരണമാണ് ആ വീഡിയോ കത്തി കയറിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവർ കാരണമാണ് അത് റോക്കറ്റ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് ട്രെൻഡിങ് ആയി കഴിഞ്ഞു ഇവർ രണ്ടുപേരും. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓൺലൈനിൽ ട്രാഷ് ടോക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരും, ടൊപ്പൂരിയ നല്ലോണം സംസാരിക്കും, ഇസ്ലാം മക്കഷേവ് നല്ലോണം സംസാരിക്കും. ഹബീബ് ആ ഒരു കേസിൽ, ട്രാഷ് ടോക്കിങ്ങിൻ്റെ കാര്യത്തിൽ, സ്കില്ലിൻ്റെ കേസിൽ ഹബീബ് ഇസ്ലാം മക്കഷേവിന് മുകളിലാണ് ഞാൻ റേറ്റ് ചെയ്യുക. എൻ്റെ റേറ്റിംഗ് ആണ്. പക്ഷേ ട്രാഷ് ടോക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇസ്ലാം മക്കഷേവ് ഒരുപടി മുകളിലാണ് ഹബീബിൻ്റെ. കാരണം ഇസ്ലാം മക്കഷേവിന് അറിയാം. ഇപ്പം നിങ്ങൾ ഓൺലൈനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ട്രാഷ് ടോക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞു. മക്കാഷേവ് ഒന്ന് പറയുന്നു, ഇല്യ ടൊപ്പൂരിയ തിരിച്ചു പറയുന്നു. അപ്പോൾ ഇത് ഓഫ് കോഴ്സ് മക്കാഷേവിന് വേണ്ടി അലിയാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിലും നമുക്കറിയാം മക്കാഷേവ് കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഇത് ഈ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, ഇത് കയറി കോണോർ ഹബീബ് ഫൈറ്റിൻ്റെ ആ ഒരു ട്രെൻഡിനെ ബീറ്റ് ചെയ്യും. അതിനെക്കാട്ടിലും ഗംഭീരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഡാം ഷുവർ, 100% ഷുവർ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഈ വീഡിയോ കയറി ഹൈപ്പ് ആവുന്നത്. പീപ്പിൾ വോണ്ട് ടു സീ ഇറ്റ്. പിന്നെ അയ്യോ ഈ ഫൈറ്റ് നടക്കുന്നില്ലല്ലോ, അങ്ങനെ ഒന്നുമില്ല. ഈ ചാപ്റ്റർ ക്ലോസ് ആയിട്ടേ ഇല്ല. ഇപ്പം ഞാനൊരു സ്ക്രിപ്റ്റ് പറയാം. ഇസ്ലാം മക്കഷേവ് ഹയർ വെയ്റ്റ് കാറ്റഗറിയിലേക്ക് പോയി. അവിടെ JDMനെ ബീറ്റ് ചെയ്യുന്നു. JDM അപകടകാരിയാണ്, ബട്ട് സ്റ്റിൽ ബീറ്റ് ചെയ്യുന്നു. അതേപോലെ ഇല്യ ചാൾസ് ഒലിവറിനെ ബീറ്റ് ചെയ്യുന്നു. ഒലിവറയും അപകടകാരിയാണ്, പക്ഷേ എങ്ങനെയെങ്കിലും ബീറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ആ സ്ക്രിപ്റ്റ്. ഇസ്ലാം മക്കഷേവ് ബിക്കംസ് ദ ചാമ്പ്യൻ. ആ മാർക്കറ്റ് വാല്യൂ. ഇല്യ ടൊപ്പൂരിയ ഇവിടെ ചാമ്പ്യൻ ആകുന്നു. മാർക്കറ്റ് വാല്യൂ. രണ്ട് മാർക്കറ്റ് വാല്യൂ ഉള്ള ചാമ്പ്യൻസ് തമ്മിൽ ഉള്ള പോരാട്ടം. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തായിരിക്കും കാര്യങ്ങൾ. ഞാൻ പണ്ടേ പറഞ്ഞിരുന്നു, ഇത് കോണോർ ഹബീബ് ഫൈറ്റിനെ ഓവർടേക്ക് ചെയ്യും. ബിക്കോസ് ഹബീബ് ആ ടൈമിൽ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കോണോർ ആ സമയത്ത് ആ ഒരു പ്രൈം കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ കേസിൽ, ഇസ്ലാം മക്കാഷേവ് ഇല്യ ടൊപ്പൂരിയ കേസിൽ രണ്ടുപേരും പീക്ക് പ്രൈമിലായിരിക്കും. പീക്ക് പ്രൈം. സോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തായിരിക്കും. അതിൻ്റെ പ്രൂഫാണ് ഈ കാണുന്നത്. നമ്മൾ ആരെങ്കിലും ഒരു ആളുകൾ ഈ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഈ വീഡിയോ കത്തിക്കയറുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ നിലവിൽ ഓൺലൈനിൽ ട്രാഷ് ടോക്കിങ്ങിൻ്റെ ഒരു പൂരം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ് ആണ് അത് വായിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് എന്താണ്, ഇവർ പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അല്ലേ, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. മക്കാഷേവ് എന്താണ് പറഞ്ഞത്, നീ ലൈറ്റ് വെയിറ്റിൽ, മക്കാഷേവ് ടൊപ്പൂരിയോ എടുത്ത് പറഞ്ഞത്, നീ ലൈറ്റ് വെയിറ്റിൽ ഒരു വിക്ടറി എടുത്തിട്ട് വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട്
കടുത്ത ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഉടനെ ടൊപ്പൂരിയ നീ ഓടിപ്പോയി അങ്ങനെയൊക്കെയുള്ള രീതിയിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഡാം ഷുവർ ദിസ് ഫൈറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഈ ചാപ്റ്റർ ക്ലോസ് ആയിട്ടില്ല. ബിക്കോസ് എന്താ റീസൺ എന്നറിയാം, ഇപ്പം നമ്മളെപ്പോലെ ഒന്നും അറിയാത്ത ഒരു സ്റ്റഫുമില്ലാത്ത ആളുകൾക്ക് പോലും ഈ ഒരു വൈബ് കിട്ടുന്നില്ലേ, ടൊപ്പൂരിയ ഇസ്ലാം മക്കാഷേവ് എന്ന് പറഞ്ഞ ആ ഒരു വൈബ്. സോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഡാന വൈറ്റ് എന്നൊക്കെ പറയുന്നത് മണ്ടന്മാരാണോ? അവരിത് നോട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടൊപ്പൂരിയ ഇസ്ലാം മക്കാഷേവ് അവർ ഫുൾ ടൈം ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇതെങ്ങോട്ടാ പോകുന്നതെന്ന്. സോ അവർ ഡെഫിനറ്റ്ലി ഈ ഫൈറ്റ് ഫിക്സ് ചെയ്യും. ആൻഡ് ദിസ് ഫൈറ്റ് ഈസ് ഗോയിങ് ടു ബി ബിഗർ ദാൻ ഏത് ഇല്യ വേഴ്സസ് ഇസ്ലാം മക്കാഷേവ്. ദിസ് ഈസ് ഗോയിങ് ടു ബി ബിഗർ ദാൻ കോണർ ഹബീബ്. ദിസ് ഫൈറ്റ് ഈസ് ഈവൻ ഗോയിങ് ടു ബി ബിഗർ ദാൻ ജോൺ ജോൺസ് ടോം ആസ്പിനൽ. അതും ഒരു ഗംഭീര ഫൈറ്റാണ്. ജോൺസ് ടോം ആസ്പിനൽ ഫൈറ്റും നടക്കും. കാരണം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ റേറ്റിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇനിയും ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ എല്ലാ കമൻസും വായിക്കാറുണ്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ചിലവർക്ക് എല്ലാവർക്കും അല്ല, ചിലവർക്ക് തോന്നിയിട്ടുണ്ടാവും ഞാൻ ടൊപ്പൂരിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയൊന്നുമില്ല. ഞാൻ ആക്ച്വലി നിങ്ങളെക്കാട്ടിലും വലിയ മക്കാഷേവ് ഫാനാണ്. അപ്പോൾ എനിക്കിവിടെ ഒരു ഫൈറ്റ് ഫാൻസിനോടൊരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാക്സിമം ബെനിഫിറ്റിന് വേണ്ടിയിട്ട് എന്താണെന്നറിയോ, നമുക്കിവിടെ ഇല്യ ഫാൻസ് അല്ലെങ്കിൽ മക്കാഷേവ് ഫാൻസ് എന്ന് പറഞ്ഞ് ഒരു വേർതിരിവ് വേണ്ട. ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഒരു രീതി ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് നമ്മൾ രണ്ടുപേരുടെയും ഫാൻസ് ആവുക. ഇല്യനെ ഫോളോ ചെയ്യുക, മക്കാഷേവിനെ ഫോളോ ചെയ്യുക. എന്നിട്ട് ആ പോരാട്ട വീര്യത്തിനാണ് നമ്മൾ ഫാൻ ആവേണ്ടത്. അത് ഈ ഫൈറ്റ് നടക്കുകയാണെങ്കിൽ അത് ഗ്യാരണ്ടീഡ് ആണ്. അതിൻ്റെ ഫാനാണ്. ആര് ജയിച്ചാലും തോറ്റാലും ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സോ എക്സൈറ്റിംഗ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, യാതൊരു ഡൗട്ടുമില്ല. അപ്പോൾ ഈ വീഡിയോ ക്വാളിറ്റി ഞാൻ നോക്കിയിട്ട് ഇത്തിരി മങ്ങിയിട്ടാണ് കാണുന്നത്. അറ്റ്ലീസ്റ്റ് സൗണ്ട്, ഇന്നലത്തെ വീഡിയോയ്ക്ക് സൗണ്ട് ഇല്ലായിരുന്നു. പക്ഷേ ആളുകൾ എന്തുമാത്രം കമൻറ്റുകളാണ് ഇടുന്നത് ഈ ഇല്യനെ കുറിച്ചും മക്കാഷേവിനെ കുറിച്ചിട്ടും. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നമ്മളെ ഓരോരുത്തർക്കും മനസ്സിലാവുന്നുണ്ട്, ദിസ് ഫൈറ്റ് ഈസ് സംതിങ് വെരി ബിഗ്. ദി നെക്സ്റ്റ് കോണർ ഹബീബ് ഫൈറ്റ്, ബിഗർ ദാൻ കോണർ ഹബീബ് ഫൈറ്റ്. ഇനിയും നിങ്ങൾ എപ്പോഴത്തെയും പോലെ ഇന്നലത്തെ പോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇങ്ങോട്ട് തട്ടിവിടുക. നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം അങ്ങനെയാണല്ലോ, നമ്മൾ ഈ എക്കണോമിക്സിലൊക്കെ പഠിക്കുന്നുണ്ട്. ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ വാല്യൂ ഇങ്ങനെ കൂടിക്കൂടി വരും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി മക്കാഷേവ് ഹയർ വെയിറ്റ് കാറ്റഗറിയിൽ പോയി അദ്ദേഹത്തെ ബീറ്റ് ചെയ്യണം, JDM ഭയങ്കര ഡേഞ്ചറസ് ഫൈറ്ററാണ്. അതേപോലെ പലവരും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇല്യ ടൊപ്പൂരിയ ചാൾസിനെ ഒരുമാതിരി ഇങ്ങനെ ഇല്യ ഡേഞ്ചറസ് ആണ്. ബട്ട് ഇവിടെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ വെയിറ്റ് കാറ്റഗറിയിൽ ഇച്ചിരി സീൻ വേറെയാണ്. കാരണം ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഡേഞ്ചറസ് കാറ്റഗറിയാണ്. അപ്പോൾ അവിടെ നമുക്ക് പൂർണ്ണമായി ചാൾസിനെ ഒന്നും എഴുതിത്തള്ളാൻ പറ്റില്ല. അപ്പോൾ അവിടെയും ഇല്യ ജയിക്കട്ടെ. ആൻഡ് ദെൻ ദിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. കാരണം അതാണ് മക്കാഷേവ് ഇന്നലെ ഒരു ട്രാഷ് ടോക്കിൽ പറഞ്ഞിരിക്കുന്നത്, ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നീ ഒരു വിക്ടറി എടു, അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം എന്നുള്ള രീതിയിൽ. സോ ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. സോ ഇനിയും നിങ്ങളുടെ ഊഴമാണ്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് വി വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് MMA മലയാളം.